Hi everyone. Today we are going to discuss about the transfer of learning. Hi everyone. Today we are going to discuss about the transfer of learning. Many of things in our daily life are often influenced by the previous experience or training. Learning learning to play badminton helpful to learning to play tennis. If one who learned to ride a bicycle, he find it is very easier to learn to ride a scooter or motorcycle. Learning of mathematics, fundamental operation, addition, subtraction, multiplication, and division helps us to deal effectively in our daily life. From this, we can conclude that learning of a skill or training or experiences acquired from one situation to situation is transferred to new task. Then, one of the important goal of education is enable the learner to take knowledge or skills learned in one situation to another situation. അല്ലെ, ഏതൊരു വിദ്യാഭ്യാസത്തിന്റെയും അത്യധികമായ ലക്ഷ്യമാണ് ഭാവി ജീവിതത്തിന് ഗുണകരമായ രീതിയിൽ പെരുമാറ്റത്തെ രൂപീകരിക്കുകയും പഠിച്ച കാര്യങ്ങള് പുതിയ സിറ്റുവേഷനിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള കഴിവ് വിദ്യാർത്ഥികളിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതും അങ്ങനെ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന നമുക്ക് മനസ്സിലാക്കും എന്താണ് മുൻ സാഹചര്യത്തിലെ പഠിച്ച കാര്യങ്ങള് തുടർന്നുള്ള സാഹചര്യങ്ങളിലേക്ക് സംക്രമണം ചെയ്യപ്പെടുന്നത് എന്ന് വെച്ചാൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ട്രാൻസ്ഫറിനെയാണ് എന്ത് പറയുന്നത്? ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. ഈ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗിന്റെ തുടർന്നാണ് എന്തുണ്ടായിരിക്കുന്നത്? കരിക്കുലം ഓർഗനൈസേഷനും കരിക്കുലം ഡെവലപ്മെന്റും എല്ലാം നടത്തിയിരിക്കുന്നത്. Transfer of learning or training is a process by which learner or learning or training in one situation is carried over or transferred to new situation. അല്ലേ? എന്താണ് പറയുന്നത്? ഏതെങ്കിലും ഒരു സാഹചര്യത്തിലെ പഠിച്ച ഭാഗങ്ങള് അല്ലെങ്കിൽ ട്രെയിനിങ്ങോ പഠനം എന്ത് ചെയ്യും? പുതിയ സിറ്റുവേഷന്റെ പഠനത്തിലേക്ക് സംക്രമണം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്നുണ്ടെങ്കിൽ അതിനെ എന്ത് പറയും? നമുക്ക് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നു. എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ് ആർ വെരി ഇൻട്രസ്റ്റഡ് ടു സ്റ്റഡി അബൌട്ട് ദി ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആൻഡ് എഡ്യൂക്കേഷനിസ്റ്റ് ഓൾസോ used this transfer of learning in planning curriculum, etc. Then we can go through the definitions of transfer of learning. The carry over of habits of thinking, feeling, or working of knowledge or of skill from one learning area to another, usually referred as the transfer of learning. This definition is given by Crow and Crow. ഏതൊരു സാഹചര്യത്തിൽ നിന്നും ആർജിച്ച നൈപുണികള്, ചിന്തകള്, മനോഭാവങ്ങള്, ശീലങ്ങള് എന്നിവ ഒരു സാഹചര്യത്തിൽ നിന്ന് മറ്റൊരു സാഹചര്യത്തിലേക്ക് പകർന്നു നൽകുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയാം? പഠന സംക്രമണം എന്നാണ് ക്രൂ ആൻഡ് ക്രൂ പറയുന്നത്. Another definition ആണ് transfer of learning occurs when a person's learning in one situation influence his learning and performance in another situation. പഠന സംക്രമണം സംഭവിക്കുന്നത് ഒരു സന്ദർഭത്തിലെ പഠനം മറ്റൊരു സന്ദർഭത്തെ പ്രകടമായി സ്വാധീനിക്കപ്പെടുമ്പോഴാണ് എന്നാണ് പി.കെ. പറഞ്ഞിരിക്കുന്നത്. ഇനി ട്രാൻസ്ഫർ ഓഫ് ലേണിംഗിനെ കുറിച്ച് നമുക്ക് കൂടുതൽ നോക്കാം. Depending upon the learning situation, transfer of learning is divided into 3 types. They are positive transfer, negative transfer, and zero transfer. ലേണിംഗ് സിറ്റുവേഷന് അനുസരിച്ചിട്ട്
നമ്മൾ എന്ത് പറയുന്നു? ട്രാൻസ്ഫർ ഓഫ് ലേണിങ്ങിനെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതാണ് പോസിറ്റീവ് ട്രാൻസ്ഫർ, നെഗറ്റീവ് ട്രാൻസ്ഫർ ആൻഡ് സീറോ ട്രാൻസ്ഫർ. ഇനി നമുക്ക് വാട്ട് ഈസ് പോസിറ്റീവ് ട്രാൻസ്ഫർ എന്ന് ഒന്ന് നോക്കാം. Transfer of learning is said to be positive when the learning or training carried out in one situation proves helpful the learner in another situation. അല്ലെ, ഒരു സിറ്റുവേഷനിലെ പഠനം മറ്റൊരു സിറ്റുവേഷനിലേക്ക് എന്താണ് സഹായകരമാകുന്നു എങ്കിൽ, പഠനത്തിന് സഹായകരമാകുന്നു എങ്കിൽ അത്തരത്തിലുള്ള ട്രാൻസ്ഫറിനെ എന്തു പറയും? പോസിറ്റീവ് ട്രാൻസ്ഫർ എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ പഠന സന്ദർഭം അല്ലെ, വൺ സിറ്റുവേഷൻ, പോസിറ്റീവ് സിറ്റുവേഷൻ ഈസ് ഹെൽപ്ഫുൾ ഫോർ ദ അനദർ സിറ്റുവേഷൻ ലേണിംഗ് ആണെങ്കിൽ എന്ത് പറയും? അത്തരത്തിന് പോസിറ്റീവ് ട്രാൻസ്ഫർ. ഫോർ എക്സാമ്പിൾ പറയാവുന്നത്, ഇത് സ്റ്റഡി ഓഫ് ലേണിംഗ് ഓഫ് ഹിന്ദി ഈസ് ഹെൽപ്ഫുൾ ദ ലേണർ ടു സ്റ്റഡി പഞ്ചാബി ഓർ ഉർദു or any languages here. Just next we are going to discuss about the negative transfer. Transfer of learning is said to be negative when the learning or training in one situation infers or weakens the learning in another situation. One learning, a period learning infers or weakens the new situation of learning, then it is said to be negative transfer. എന്നുവെച്ചാൽ ഒരു മുൻ പരിചയം അല്ലെങ്കിൽ മുൻ പഠനം എന്താണ് തുടർ പഠനത്തെ തടസ്സപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ വീക്കൻ ചെയ്യുകയോ ചെയ്യുന്നു ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഇതിനെ പറയും നെഗറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറയുന്നു. അല്ലെ, ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം, ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിംഗ് പഠിച്ച ആള് എന്ത് ചെയ്യും? ആൾക്ക് പെട്ടെന്ന് റൈറ്റ് ഹാൻഡ് ഡ്രൈവിംഗ് ആണ് വേണ്ടതെങ്കിൽ അതെന്ത് ചെയ്യും? ആ ഒരു പഠനത്തിനെ എന്ത് ചെയ്യും? വീക്കനോ അല്ലെങ്കിൽ ഇൻഫേഴ്സോ ചെയ്യുന്നു എങ്കിൽ, അങ്ങനെയാണെങ്കിൽ അതിനെ എന്ത് പറയും? നെഗറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറയും. ട്രാൻസ്ഫർ ഇൻ ലേണിംഗ് ഓർ ട്രെയിനിങ് ഇൻ വൺ സിറ്റുവേഷൻ does not give any significant influence to learning of other situation, then it is said to be zero transfer. Transfer is said to be zero when the learning or training in one situation does not have any significant influence over the learning or training in another situation. എന്നുവെച്ചാല് മുന്നേ പഠിച്ച ഭാഗം പിന്നീടുള്ള പഠനത്തെ യാതൊരു വിധത്തിലും ബാധിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം, ലേണിംഗ് ഓഫ് സ്വിമ്മിങ് ആൻഡ് ലേണിംഗ് ഓഫ് കുക്കിംഗ്. Is there any significant influence between them? There is significant relationship between them? No. The learning of cooking does not influence learning of the swimming. So there is no transfer is occurs. So it is called as zero transfer. Psychologists are interested to study more about the positive transfer. They had divided the positive transfer into 5 types: lateral transfer, sequential transfer, horizontal transfer, vertical transfer, and bilateral transfer. What is mean by lateral transfer? Here I give an example. When the child learned subtraction and addition in the classroom, then he went to the home, had seen a pot containing salted amla. 20 amlas are in that pot. If we take out the 5 out of them, how many is balance? He realized that there is a balance of 15. Then there is a lateral transfer is occurs. It occurs when the learner is able to solve different but similar problems of equal complexity as soon as he learned to solve the initial one. എപ്പോഴാണ് ക്ലാസ് റൂമിൽ അവൻ എന്ത് പഠിച്ചു? അഡീഷനും സബ്സ്ട്രാക്ഷനും ഒക്കെ പഠിച്ചു, അതിന്റെ പ്രോബ്ലംസും ചെയ്തു വന്ന കുട്ടിയാണ്. വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ എന്താണ്? ഒരു ബോട്ടില് 20 ഉപ്പിലിട്ട നെല്ലിക്ക കിടക്കുന്നുണ്ട്. ഈ ഉപ്പിലിട്ട നെല്ലിക്കയിൽ നിന്ന് അവൻ 5 എണ്ണം എടുത്താൽ
ബാലൻസ് 5 ഉണ്ട് എന്ന് കുട്ടി മനസ്സിലാക്കുന്ന അവസ്ഥയാണ് ലാറ്ററൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അതായത് അവന്റെ ലേണിംഗ് അച്ചീവ്മെന്റ് ഇൻ സ്കൂൾ ഡയറക്റ്റ് ഹിം ടു അപ്ലൈ ടു അനദർ കോണ്ടെക്സ്റ്റ് ഇൻ ദ ഹോം. അല്ലെ, ലേണിംഗ് അച്ചീവ്മെന്റ് ഇൻ ദ ക്ലാസ് റൂം direct the learner to apply it in another context. That is lateral transfer. Sequential transfer. If period learning is helpful for the subsequent learning, if they have some similarities between specific similarities between these two learning, period learning aids to subsequent learning, and these two learning again aids to the subsequent learning. The overlapping of these again aids to the subsequent learning. Then the transfer of learning is said to be sequential learning. In this kind of transfer, period learning aids to the subsequent learning because of specific similarities between the task, and the overlapping of these two may again aids to the subsequent learning. Then it is said to be subsequent. ഒരു പുതിയ പഠനം അടുത്ത് രണ്ടാമത്തെ പഠനത്തെ അല്ലെങ്കിൽ ഒരു മുൻ പരിചയം പുതിയ പഠനത്തെ സഹായിക്കുന്നു. അതിന്റെ സിമിലാരിറ്റീസ് കൊണ്ട്, സ്പെസിഫിക് സിമിലാരിറ്റീസ് കൊണ്ട് സഹായിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ പഠനം നടക്കുകയും വീണ്ടും ഈ രണ്ട് പഠനങ്ങള് എന്ത് ചെയ്യും, പുതിയ പഠനത്തെ വീണ്ടും സഹായിക്കപ്പെടുന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഒരു സീക്വൻസ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനെ എന്ത് പറയും, സീക്വൻഷ്യൽ ട്രാൻസ്ഫർ. നമുക്ക് എക്സാമ്പിൾ പറയാം. എന്താണ്? അഡീഷൻ പഠിച്ച കുട്ടി, അഡീഷൻ പഠിച്ചു അല്ലെ, അഡീഷൻ പഠിച്ച കുട്ടി എന്ത് ചെയ്യും, മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോകുന്നു. അപ്പൊ എന്താണ് പറയുന്നത്, അഡീഷൻ തന്നെയാണ് മൾട്ടിപ്ലിക്കേഷൻ എന്ന രീതിയിൽ ആ കുട്ടി പഠിച്ചെടുക്കുന്നു. സബ്സിക്വന്റ് ലേണിംഗ് ആണ്. പിന്നീട് എന്ത് ചെയ്യുന്നു, സബ്സ്ട്രാക്ഷനിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഡിവിഷനിലേക്ക് പഠിച്ചു. ഈ രണ്ട് മുൻപരിചയങ്ങൾക്കും അവർക്ക് സിമിലാരിറ്റീസ് ഉണ്ടെന്നും ആ സിമിലാരിറ്റീസ് വീണ്ടും വീണ്ടും ഓവർലാപ്പ് ചെയ്തു പോകുന്നു എങ്കിൽ അതിനെ സീക്വൻഷ്യൽ ലേണിംഗ് എന്ന് പറയപ്പെടുന്നു. ഹൊറിസോണ്ടൽ ട്രാൻസ്ഫർ. When lateral and sequential transfer occurs together, then it is called horizontal transfer. Lateral and sequential transfer occurs together, then it is called as the horizontal transfer. നമുക്ക് എക്സാമ്പിൾ പറയാം. ഒരു കുട്ടി പഠിച്ചിരിക്കുന്നു. എന്ത് പഠിച്ചിട്ടുണ്ട്? അഡീഷനും സബ്സ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ പഠിച്ചു കൂട്ടി എന്ത് ചെയ്തു, പുറത്തൊരു ഷോപ്പിലേക്ക് പോയി. ആ ഷോപ്പിൽ ചെന്നിട്ട് 8 രൂപയുടെ 2 പേനയും 20 രൂപയുടെ ഒരു ബുക്കും വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് അവൻ എന്ത് ചെയ്തു, 2 പഠനങ്ങളാണ് നടന്നത് അല്ലെ. ആ പഠനത്തിൽ നിന്ന് എന്ത് ചെയ്തു, അവന് ഇനി ഷോപ്പ് കീപ്പർക്ക് ടോട്ടൽ ആകെ എത്ര തുക നൽകണമെന്ന് മനസ്സിലാക്കുന്ന ആ ഒരവസ്ഥയാണ് എന്ത് പറയുന്നത്, ഹൊറിസോണ്ടൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. വെർട്ടിക്കൽ ട്രാൻസ്ഫർ. Learning in one behavioral level facilitate learning at higher behavioral level in vertical transfer. അപ്പോ നമ്മൾ എന്താണ് പറയുന്നത്, ഇവിടെ ഹയർ ലെവൽ, ഇപ്പോ പഠിച്ച ലെവലിൽ നിന്നും കുറച്ചുകൂടി ഹയർ ലെവലിലേക്കുള്ള അപ്ലിക്കേഷൻ ആണ് വെർട്ടിക്കൽ ട്രാൻസ്ഫറിൽ നൽകുന്നത്. അഡീഷനും സബ്സ്ട്രാക്ഷനും ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും അപ്പൊ എന്താണ്, നമ്മൾ ഫണ്ടമെന്റൽ ഓപ്പറേഷൻസ് ആയിട്ട് കുട്ടി പഠിച്ചു. അതിനെയുള്ള തുടർ പഠനങ്ങളിൽ അവനത് വീണ്ടും വീണ്ടും ഉപയോഗിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് നടക്കുന്നു, വെർട്ടിക്കൽ ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്. Bilateral transfer. The human body is divided into 2 laterals, that is right and left. Right and left. When train imported to one lateral automatically transferred to another lateral, then we called it is bilateral transfer. ഒരു ഹ്യൂമൻ ബോഡീനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, മനുഷ്യ ശരീരത്തെ 2 പാർശ്വങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ പാർശ്വത്തിലാണ് ഇടതു പാർശ്വവും വലതു പാർശ്വവും. ഏതെങ്കിലും ഒരു പാർശ്വത്തിൽ നൽകുന്ന ട്രെയിനിങ് എന്തിന് സംഭവിക്കും, ട്രെയിനിങ് എന്ത് ചെയ്യും, മറ്റേ പാർശ്വത്തിനു കൂടി സ്വായത്തമാക്കുന്നു എങ്കിൽ അതിനെ എന്ത് പറയും നമ്മള്, ബൈലാറ്ററൽ ട്രാൻസ്ഫർ. ഇപ്പൊ നമുക്ക് പറയാം 2 കൈകൊണ്ടും എഴുതുന്ന കുഞ്ഞുങ്ങളെ കാണാം, അതൊരു ബൈലാറ്ററൽ ട്രാൻസ്ഫർ ആണ്.
മിറർ ഡ്രോയിങ് ചെയ്യുന്ന ആൾക്കാരെ കാണാം, അതും ഒരു ബൈലാറ്ററൽ ട്രാൻസ്ഫർ ആണ്. പിന്നെ ഡാൻസ് പെർഫോമൻസ് ചെയ്യുന്നവരെ കാണാം, അതും ബൈലാറ്ററൽ ട്രാൻസ്ഫറിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ്, theories of transfer of learning. So already we are discussed about what is a transfer of learning.